പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ വിസ നൽകിയ എമിറേറ്റിൽ തന്നെ അപേക്ഷ നൽകണമെന്ന് ദുബൈ GDRFA. എന്നാൽ ദുബൈയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഏത് വിസക്കാർക്കും രേഖകൾ ശരിയാക്കാൻ ദുബൈ GDRFAയിൽ തന്നെ അപേക്ഷ നൽകാം. പൊതുമാപ്പ് 2 ദിവസം പിന്നിടുമ്പോൾ ആയിരങ്ങളാണ് ഇളവ് തേടി അധികൃതരെ സമീപിച്ചത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലാണ് പൊതുമാപ്പിന് അപേക്ഷ നൽകേണ്ടത് സംബന്ധിച്ച് GDRFA ബോധവൽക്കരണം നടത്തുന്നത്. പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ ഏത് എമിറേറ്റിൽ നിന്നാണോ വിസ സ്വന്തമാക്കിയത് അതേ എമിറേറ്റിൽ തന്നെ അപേക്ഷ നൽകണമെന്ന് GDRFA വ്യക്തമാക്കി. എന്നാൽ ദുബൈ എമിറേറ്റിൽ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതു വിസയായാലും രേഖകളുമായി GDRFA കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതി. പൊതുമാപ്പ് ആനുകൂല്യം 2 ദിവസം പിന്നിടുമ്പോൾ വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് പ്രവാസികളാണ് ഇളവ് തേടി അധികൃതരെ സമീപിച്ചത്. ദുബൈ എമിറേറ്റിൽ മാത്രം ആദ്യ ദിവസം ആയിരക്കണക്കിന് അപേക്ഷകൾ പൊതുമാപ്പ് കേന്ദ്രങ്ങളിലെത്തി. 2ാം ദിവസം 3000 പേരുടെ അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതോടൊപ്പം അസോസിയേഷന്റെ ലീഗൽ കമ്മിറ്റിയും പ്രവർത്തനം ആരംഭിച്ചു. ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സഹീദ് അൽ സറൂനി ഉദ്ഘാടനം ചെയ്തു. കോൺസുലേറ്റിലും GDRFA അവീർ കേന്ദ്രത്തിലും ഇന്ത്യക്കാർക്കായി കൗണ്ടറുകളും സജീവമായി. മീഡിയ 1 ദുബായ്.